ആൾക്കാർ പറഞ്ഞ് ഞാൻ നോർമൽ അല്ലാന്ന് പറയുന്നത്. അത് ഞാനിപ്പോ ചോദിക്കാൻ വരുമായിരുന്നു, അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു എന്ന്. നോർമൽ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ നമ്മള്, അല്ലേ? ഒരു ലൈഫല്ലേ ഉള്ളൂ, എന്തിന് ഇത്ര പ്രഷറും ടെൻഷനൊക്കെ അടിച്ച് തീർക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്തോഷിക്കുക, അല്ലേ? നമ്മുടെയൊക്കെ മനസ്സിൽ ഈ പൊളിറ്റിക്സ് ഭയങ്കര സീരിയസ് ആയിരിക്കും, ചിരിക്കില്ല, അങ്ങനെ ഇതായിരിക്കും, പേടിയായിരിക്കും. ഇപ്പം നിങ്ങളെപ്പോലുള്ള കുറെ ആൾക്കാർ വന്നപ്പോ നമുക്ക് ചിരിക്കാൻ, നമുക്കൊരു സന്തോഷം, ഒരു എന്താ പറയാ, നമ്മളൊക്കെ എന്നും കാണുന്നത്, എനിക്കൊന്നും അത് സോഷ്യൽ മീഡിയ ഒരു ഗുണാട്ടോ. ഇപ്പൊ സാറിന് എനിക്ക് സംസാരിക്കും, ഇപ്പൊ നേരത്തെ എനിക്ക് അങ്ങനെ അറിയില്ല, എനിക്കൊരു പേടി ഭയം. ഇപ്പൊ എനിക്ക് ഇരിക്കുമ്പോ തന്നെ സാറിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. നല്ലതാ, എനിക്ക് പേടിയുണ്ട് കേട്ടോ, ഞാൻ നടപടി എടുക്കും. ബഹുമാനം പേടി എല്ലാം ഉണ്ട്, ഞാൻ സാറിനെ ഫോളോയും ചെയ്യുന്നുണ്ട്. അല്ല, നമുക്കൊരു ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റൂലോ, നമുക്കെല്ലാം ചോദിച്ചറിയാൻ, അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ സംസാരിക്കാനോ, അങ്ങനെ അതൊരു ഇപ്പത്തെ ഒരു ജനറേഷന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നുണ്ടോ സാർ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാരും വളരെ ഹാപ്പിയാണ്. എനിക്കുള്ള സന്തോഷം, ഞാൻ ഫാദറിന്റെ കൂടെ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്, പല വർഷങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത്രയധികം സ്നേഹം ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ട് ഇപ്പോഴും ഞാൻ വരുമ്പോ വഴി ആൾക്കാര് വണ്ടി തട്ടി തുറക്കും, അല്ലെങ്കിൽ കാസ് തുറക്കാൻ പറയും. അങ്ങനെ എവിടെ പോയാലും വലിയ ഒരു സ്നേഹം കാണിക്കുന്നത്, അത് പ്രത്യേകിച്ച് പിള്ളേരാണെങ്കിൽ പോലും. ഞാൻ എറണാകുളത്ത് പോയ കൊച്ചു കുട്ടികൾ അതെ, കാണിക്കുന്നതാണ് വളരെ സന്തോഷം. കാരണം അവരുടെ ഫീൽഡിലും ഉണ്ടാവും ദിവസം ഒരു 3 റീല് സാറ് ഡാൻസ് കളിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സംബന്ധിച്ച് ഞാൻ നോർമലാ.